ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ വൈകുന്നേരം കുടുംബെല്ലാം കെട്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് കണ്ണിന് ചെറിയൊരു പണി കിട്ടിയിട്ട് എന്നാണെന്നറിയില്ല. പെട്ടെന്ന് ഒരു സന്ധ്യക്ക് തുടങ്ങിയതാണ് കണ്ണിന് ഫുള്ള് ചുവപ്പാടായിട്ട്. പിന്നെ പിറ്റേന്ന് രാവിലെ നോക്കുമ്പം പിന്നെ കണ്ണിൽ മൊത്തം ഇങ്ങനെ അള്ളി കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു തുറക്കാൻ പറ്റാത്ത ഒരു ചെറിയൊരു വ്യത്യാസം കേട്ടോ. പിന്നെ പിറ്റേ ദിവസം നോക്കുമ്പോൾ ഫുള്ള് ചുവപ്പ്, എന്താണെന്നറിയില്ല. അപ്പം അമ്മ പറഞ്ഞു മുലപ്പാൽ ഒറ്റിച്ചാൽ മതി മാറുമെന്നല്ല, അങ്ങനെ ഒറ്റിച്ച് ഇപ്പം വലിയ പ്രശ്നമില്ലാണ്ട് നിൽക്കുന്ന കേട്ടോ. സത്യം പറഞ്ഞാൽ പേടിച്ചു. ഇങ്ങനെ തീരുമ്പം പണി കിട്ടാൻ ഞാനെന്താ കുപ്പിന്ന് വന്ന ഭൂതാണെന്നാണ് പറഞ്ഞ അവസ്ഥ. ഇപ്പോൾ മഴയെല്ലാം പെയ്തൊന്ന് മുറ്റടിക്കണം, അതിനുള്ള പുറപ്പാടിലാണ്. അമ്മ അകത്തുനിന്ന് പായസം വെക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ മുറ്റടിച്ചേക്കാന്ന്. ഇവിടെ ഇപ്പം നമുക്ക് കൈപ്പക്കയെല്ലാം ആയിട്ടുള്ളത്, കുഞ്ഞു കുഞ്ഞു കൈപ്പക്കകളെല്ലാം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മ ചൂല് വെച്ചിട്ടുള്ളത് കാണുന്ന ഷീറ്റില്ലേ അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. പോകുന്ന വഴിക്ക് വെറുതെ പച്ചക്കറിയെല്ലാം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മളെ മുളക് ഇപ്പോൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചില കാക്കകളെ ശബ്ദവും വണ്ടി പോകുന്നതും പിള്ളേരുടെ സൗണ്ടും എല്ലാം കേൾക്കാൻ പറ്റും. അപ്പോൾ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കമൻറ്റ് ബോക്സ് ഓഫ് ആകുമോ എന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പം അതിൻ്റെ നടുക്കാന്ന് ഇങ്ങനെ പാത്രത്തിൽ വെള്ളം കിട്ടിയെന്നുണ്ട്. അത് കുറേ ദിവസത്തൊന്നല്ല കേട്ടോ, അന്നേരം മഴ പെയ്യുന്നതിൻ്റെ അത് കെട്ടിയിരുന്നതാണ്. അപ്പോൾ അതങ്ങ് തട്ടി മറിച്ച് കഴിഞ്ഞ് പിന്നെ ആ ബക്കറ്റ് കണ്ട വെള്ളം അമ്മ എന്തോ ചെടിക്ക് ഇപ്പം ഒഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചത്. അപ്പോൾ അത് മഴവെള്ളം നിറഞ്ഞതാണ്. അപ്പോൾ അത് അമ്മ എടുത്തിട്ട് ഒഴിച്ചോളുന്നിട്ട് അത് അവിടെ തന്നെ വെച്ചേട്ടാ. അങ്ങനെ പിന്നെ ഞാനിത് എൻ്റെ ആയുധം ചൂലും കയ്യിലേന്തിയിട്ട് പോകുന്നുണ്ട്. നേരെ നടന്ന് പോവാന്ന് കേട്ടോ. ഇനി നമുക്ക് മുറ്റത്ത് എത്തിയിട്ട് അടിച്ച് വാരി തുടങ്ങാം. നല്ല ടാസ്ക് ആയിരിക്കും മുറ്റടിച്ച് വരാൻ. കാരണം ഇലകളിങ്ങനെ മഴവെള്ളം ഇതായിട്ട് മിക്കവാറും ഇങ്ങനെ പറ്റി നിൽക്കുന്നതായിരിക്കും ഉണ്ടാവുക. അപ്പം രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും അകത്തായിരുന്നു, പായസം ഉണ്ടാക്കുന്ന നോക്കി നിൽക്കലായിരുന്നു. അപ്പം ഞാൻ മുന്നിലേക്ക് എത്തുമ്പോൾ ഉണ്ട് രണ്ടാൾ പുറത്ത് വന്ന് നിൽക്കുന്നു. അപ്പം റിക്കൂട്ടൻ ഇങ്ങനെ ചിരിച്ചലിയുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഞാൻ ക്യാമറയെല്ലാം സെറ്റ് ചെയ്തിട്ട് അടിച്ചു വരാൻ പോവുകയാണ്. അപ്പോൾ സാൻവി അതിൻ്റെ നടുക്ക് ഡാൻസ് കളിയും കോൽക്കളിയും എല്ലാം കളിക്കുന്നുണ്ട്. സാൻവിയും നമ്മളെ റിക്കൂട്ടനും കൂടി കേട്ടോ. ഇങ്ങനെ ഇരുന്നപ്പോൾ വെറുതെ വിചാരിച്ചതാണ് പിന്നെ ഒരു ഈവനിങ് വ്ളോഗ് അങ്ങ് എടുത്തേക്കാന്ന്. അങ്ങനെ എടുത്ത് തുടങ്ങിയതാണ് കേട്ടോ നമ്മളെ വീഡിയോ. അപ്പം നമുക്ക് ഇന്നലെ വീഡിയോ ഇല്ലായിരുന്നു. പിന്നെ നമ്മളെ പുതിയ മെറ്റീരിയലിൻ്റെ കളക്ഷൻ എല്ലാവരും കണ്ടാവും, ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന് കാണാത്തവർ കണ്ടു നോക്കാം, എന്നിട്ട് വേണമെങ്കിൽ ഓർഡർ തരാം കേട്ടോ. പിന്നെ കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിന് റേറ്റ് പറയുമോ അപ്പം ഞാൻ റേറ്റ് ഇതിൽ പറയുകയാണെങ്കിൽ ചിലപ്പോൾ കമൻറ്റ് ബോക്സിൽ അടി നടക്കും. പറയാൻ പറ്റില്ല, ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ല. ചിലപ്പോൾ ചിലർ വന്നിട്ട് അത് കൂടുതലാണ് ഇത് കുറവാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. അതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ടാണ് റേറ്റ് ഇവിടെ മെൻഷൻ ചെയ്യാത്തത്. വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ. പിന്നെ അതുകൂടാണ്ട് വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഇപ്പോൾ ഉള്ള സാധനം വേണ്ടെങ്കിലും നിങ്ങൾ നമ്മളെ നമ്പർ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം അപ്ഡേറ്റ് ചെയ്യുക വാട്സപ്പിലായിരിക്കും. അപ്പം അവിടുന്ന് നിങ്ങൾക്ക് പുതിയ കളക്ഷൻ ഫസ്റ്റ് കണ്ടാൽ ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്യാം. ഞാൻ അതിൽ നിന്നും കഴിഞ്ഞിട്ടുള്ള ബാക്കി പീസസ് ആയിരിക്കും ചിലപ്പോൾ യൂട്യൂബിൽ ഇടുന്നുണ്ടാവുക. അപ്പോൾ പിന്നെ നിങ്ങൾക്കും അതിൽ വേറെ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. ജസ്റ്റ് നമ്മളെ നമ്പറൊന്ന് സേവ് ചെയ്യുക, എന്നിട്ട് അതിന് പ്രൈസ് പറയാമോ എന്നൊരു മെസ്സേജ് ഇട്ടാൽ മതി. ബാക്കി ഡീറ്റെയിൽസും അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസൊക്കെ അതിൽ അയക്കുന്നതായിരിക്കും. ഇതിൽ ഞാൻ ജസ്റ്റ് റേറ്റ് മാത്രം പറയുകയാണെങ്കിൽ, ഈവൻ കമൻറ്റും അതുപോലെ ജസ്റ്റ് നമ്മൾ റേറ്റ് മാത്രം പറയുകയാണെങ്കിൽ ചിലപ്പം എന്താ പറയുക, ഓക്കെ ഇത്രയാണല്ലോ, ഇപ്പോൾ വേണ്ടവരാണെങ്കിൽ മെസ്സേജ്, അല്ലാത്തവർ ഓക്കെ എന്ന് പറഞ്ഞങ്ങ് പോവുകയുള്ളൂ. നമ്മളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചവർക്കറിയാം എന്താ പറയണ്ടേ, പുതിയ കളക്ഷൻ വന്നു ഇങ്ങോട്ടേക്ക് ചോദിച്ചിട്ട് അതിന് ശേഷം മെസ്സേജ് അയക്കുന്നവരുണ്ട്. അതുപോലെ പുതിയ ഇനി ഈവൻ വേണ്ടെങ്കിലും നമ്മളെ കളക്ഷൻസ് അടിപൊളിയായിട്ട് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ അതെല്ലാം ചെറിയൊരു സന്തോഷമാണല്ലോ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം അതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പം എന്തായാലും നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതിയേ. പിന്നെ മെറ്റീരിയൽസ് വരുന്നുണ്ട് കേട്ടോ നമ്മളെ പുതിയത്. ഫോണ് തുടരെ മുമ്പിലൊന്നും കയറി നിൽക്കല്ലേ എന്നുള്ള ഉപദേശിച്ചിട്ടാണ് പോയതെങ്കിലും അവരിപ്പോൾ രണ്ടാളും പറഞ്ഞ വാക്ക് പാലിച്ചിന് കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ കളിച്ച് കൂട്ടുന്നുണ്ട് രണ്ടാളും കൂടി. അപ്പോഴേക്ക് നമ്മൾ റിക്കോർഡിന് ഇതാ ഒരു പാൻറ്റെല്ലാം പൊക്കിയിട്ട് ചളിയിൽ കളിക്കാൻ പോവാന്ന്. ഞാൻ സ്പോട്ടിൽ പിടിച്ച് മാറ്റുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. അപ്പോൾ ഓൾറെഡി തോണിയിലാക്കി കളിച്ച പേപ്പറാണ് നിങ്ങളവിടെ കാണുന്നത്.
അങ്ങനെ അടിച്ച് വരിക്കൊണ്ടിരിക്കുമെന്നുണ്ട്. അപ്പോൾ ഇവരെ പേപ്പറും പിന്നെ ഇലയൊന്നും അങ്ങനെ വെള്ളം നനഞ്ഞിട്ട് കിട്ടുന്നേ ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ പരമാവധി പറയുക ഇങ്ങനെ അമർത്തിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. ഇത് കോളാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു ഇലയും കൂടി ആയിട്ട് നോക്കുമ്പം പിന്നെ ഉള്ളിലേക്കുള്ളിൽ അടിക്കാൻ അല്ലെങ്കിൽ എൻ്റെ മേത്ത് വെള്ളമാണ് ഈ ചെടീൻ്റെ. അപ്പം എനിക്കിങ്ങനെ എന്തോ പോലെയാകും. അപ്പം കുറച്ചെല്ലാം ഇങ്ങനെ മുറ്റത്തേക്കുള്ളതെല്ലാം ഇങ്ങനെയെല്ലാം അടിച്ചടിച്ച് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ ഇത് തന്നെ ആയിരിക്കുമല്ലേ അവസ്ഥ. അപ്പോഴേക്ക് ആ മണ്ടി ചുട്ടിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ കരിഞ്ഞു പോയി കേട്ടോ. എന്നിട്ട് അതിൻ്റെ അത് നല്ലത് മാത്രം തിന്ന്. അപ്പോൾ ചേച്ചി എല്ലാവരും കൂടി ഇത് നല്ലത് മാത്രം തിന്നാന്ന് കേട്ടോ. എനിക്ക് പിന്നെ അമ്മ വായിൽ വെച്ചാൽ ബാക്കിയും കൂടി അടിക്കാണ്ട് ചൂല് പിന്നെ കൈ കഴുകാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിൽക്കും. അങ്ങനെ പിന്നെ ഇങ്ങനെ ബാക്കിയുള്ളതും കൂടി അടിച്ച് വേണ്ടിക്കൊണ്ടിരിക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ നടുക്കാന്ന് എനിക്കൊരു സാധനം കിട്ടിയത്. എന്നാന്ന് ഞാൻ കാണിച്ചു തരട്ടെ. റിക്കുവിൻ്റെ പാദസരത്തിൻ്റെ ഇത് കേട്ടോ, മണി. ഇനിയിപ്പോൾ എൻ്റെ പാദസരത്തിൻ്റെ അകത്ത് 1-2 മണി മാത്രമേ ബാക്കിയുള്ളൂ. ഒന്നിൻ്റെ അകത്ത് തീരെ മണിയില്ല, ഒന്നിലിതും. അപ്പോൾ പറയണ്ടേ, ഞാൻ ഇങ്ങനെ വിചാരിക്കാം എൻ്റെ കമ്മലിൻ്റെ ആണ് ഇതുപോലെ കാണാണ്ടായിട്ട് ആർക്കെങ്കിലും അടിച്ച് വരുമ്പം കിട്ടിയിട്ടുണ്ടെങ്കിൽ. പക്ഷെ അത് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ച് ഞാനിങ്ങനെ അടിച്ചു വരുവാന്ന് കേട്ടോ. ഈ വീഡിയോ മൊത്തത്തിലൊരു അടിച്ചുവാരൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നടുക്ക് ഓല വീണത് അച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ അതെടുത്തിട്ട് വളപ്പിലേക്ക് കൊണ്ടുപോയി വെക്കാൻ പോവുകയാണ് കേട്ടോ ഞാൻ. എൻ്റെ മടലില്ല, നമ്മൾ ഇതിൻ്റെ ഓലേൻ്റെ അകത്തുള്ള മടലും ഇതും വേറെ വേറെ ഉണ്ട്. അപ്പം മടലത് അങ്ങോട്ടേക്കുണ്ട്. അപ്പോൾ ആദ്യം ഓല കൊണ്ടുപോയിട്ട് അങ്ങോട്ടേക്ക് ഇട്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മടലില്ലേ അതും കൊണ്ടുപോയിട്ട് അങ്ങോട്ടേക്ക് ഇട്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇതാ ബാക്കിയും കൂടി അടിച്ചു വാരിക്കൊണ്ടിരിക്കുവാന്ന് കേട്ടോ. ഇതിനും മാത്രം മുറ്റം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആവശ്യത്തിനുണ്ട്. പിന്നെ ഈ ഇല കിട്ടാത്തതുകൊണ്ടാണ് കൂടുതൽ സമയം എടുത്തത് കേട്ടോ. പിന്നെ കുറച്ചെല്ലാം ഞാൻ കൈനെ കൊണ്ട് തള്ളി ഇങ്ങോട്ടേക്ക് ഇടും, കാലിനെ കൊണ്ട് തള്ളും, എന്നിട്ടെല്ലാം നട്ടടിക്കുന്നു. അങ്ങനെ പിന്നെ അകത്ത് കയറിയപ്പോൾ ഇതാ നല്ല ചൂട് പായസം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ പായസം കുടിക്കുവാണ്. നമ്മൾ സാൻവിക്കുട്ടി ഇങ്ങനെ ബിൽഡിംഗ് ബ്ലോക്സ് ആക്കുന്നുണ്ട്. താഴെ ഒരു ബക്കറ്റെന്ന് ചോദിച്ചാൽ ഈ അകം നിറച്ചിപ്പം ബക്കറ്റാണ് കേട്ടോ. ചോർന്നിട്ട് നോക്കുമ്പോൾ മൊത്തം ഇങ്ങനെ കിടക്കയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് നീക്കി വെക്കാനുള്ള സ്ഥലമൊന്നും വേറെ ഇല്ല. അപ്പോൾ പിന്നെ അവിടെ തന്നെ തുണിയും എല്ലാം വിരിച്ചിട്ടാണ് അച്ഛൻ കിടക്കലിപ്പോൾ. അങ്ങനെ പിന്നെ വന്നിട്ട് നോക്കുമ്പോൾ റിക്കോർഡിന് ഇതാ ചളിയിൽ വണ്ടി ഓടിച്ച് കളിക്കുവാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ കുറേ വിളിച്ചിട്ടൊന്നും വരുന്നുണ്ടായില്ല. ഞാനും കുറേ വിളിച്ച്. അപ്പം നിങ്ങൾ നേരത്തെ കണ്ട മുറ്റെല്ലാം ഇപ്പം കാണുന്നത് നല്ലപോലെ ഞാൻ ഇടിച്ച് വൃത്തിയാക്കിയിട്ടില്ലേ. പിന്നെ റിക്കുന്നെ എങ്ങനെയല്ലോ പറഞ്ഞ് അകത്ത് കയറ്റി. അപ്പം ചക്ക ഉണ്ടായിന്, ഇനി അത് പുഴുങ്ങണം എന്നെല്ലാം വിചാരിച്ചെന്ന്. പിന്നെ ഞാനമ്മെല്ലാം പറഞ്ഞ മതി വേണ്ട. അപ്പോൾ നമ്മളെ സാൻവിനെ കണ്ട മൂക്കിൽ നമ്മളെ പൊട്ടില്ലേ അത് വെച്ചിട്ട് മൂക്കുത്തിലാക്കി നടക്കുവാണ്. ഇങ്ങനെ പിന്നെ പായസം കുടിച്ചുകൊണ്ട് നമ്മൾ ആദ്യം ഇനി വേറൊന്നും ചക്കയൊന്നും വേണ്ട എന്നെല്ലാം പറഞ്ഞ് അമ്മ പാല് കാച്ചുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ കുളിച്ചിട്ടെല്ലാം വന്നു. അതിൻ്റെ ഇടയ്ക്ക് ചുണ്ടിനൊരു കുരു, എന്തെല്ലാം പ്രശ്നമാണെന്നല്ല. അപ്പം കണ്ണ് ഏകദേശം രാത്രി നമ്മളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടായി. അതുകൊണ്ടൊരു സമാധാനമായി കേട്ടോ. പിന്നെ നമ്മളെ പുതിയ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ആണ് കേട്ടോ. ഇപ്പം വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇത് പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റും ഉണ്ട്. പിന്നെ പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ റേറ്റ് ഉണ്ട്. പിന്നെ വെച്ചാൽ നമ്മളെ ലാസ്റ്റത്തെ മെറ്റീരിയൽ ഇല്ലേ അതിൻ്റെക്കാൾ ഇത്രയും കൂടിയ റേറ്റ് വരുന്നുള്ളൂ. എന്തായാലും 1000 എബവ് ഒന്നുമല്ല. അതുപോലെ തന്നെ 900 800 അതൊന്നുമില്ല. എന്തായാലും മെസ്സേജ് ചെയ്യുക. അപ്പം ഞാൻ പ്രൈസും കാര്യങ്ങളും ബാക്കി അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോസ് എല്ലാം അയക്കാം. ചിലപ്പോൾ ഇപ്പം കാണിച്ച ഫോട്ടോസ് എല്ലാം നമ്മളതിൽ ഇപ്പം അവൈലബിൾ ആയിട്ട് ഉണ്ടാവില്ല ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഇനിയിപ്പം അല്ലെങ്കിൽ നമ്മളൊരു ഫംഗ്ഷൻ ആയാലും പോലും നമുക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് കോട്ടൺ ചുരിദാർ മെറ്റീരിയലാണേ.
ഇനിയിപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ചുരിദാറിൻ്റെ തുണി വാങ്ങിയിട്ട് ഒരു ഏച്ചി അടിച്ച മോഡലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങളുമായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ മോഡൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അടിക്കേ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നിന്നുകൊണ്ട് അച്ഛനമ്മയെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിക്കൂട്ടിനോട് സംസാരിക്കുകയെന്ന് അവർ. പിന്നെ എന്താ അവിടെ രണ്ടാൾ തൊപ്പിയെല്ലാം തലയിലിട്ട് കിടക്കുന്നുണ്ട്. റിക്കു ആണെങ്കിൽ എന്നെ കുശുമ്പി കയറി നിൽക്കുകയെന്ന് കേട്ടോ. എന്തിനായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ കുശുമ്പും കാണിച്ചിട്ട് അമ്മേനോട് ചിരിക്കുകയും ചെയ്യാണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും എല്ലാവരെയും പായസം കുടിച്ച വയറെല്ലാം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞാൽ പിന്നെ ഉരുളക്കിഴങ്ങിനെ കൊണ്ട് പക്കോട ആക്കി തരാമെന്ന്. അങ്ങനെ അത് കഴിച്ചു. ഇവിടെ ഇപ്പം വിഷു കഴിഞ്ഞിട്ട് പടക്കം പൊട്ടിക്കുന്ന കുറേ ടീമുണ്ട് കേട്ടോ. അങ്ങനെ അതാണ് ഇപ്പോൾ സൗണ്ട് കേട്ടത്. അങ്ങനെ രാത്രി ഇതാ പുലാവാന്ന്. അങ്ങനെ പുലാവെല്ലാം കഴിച്ച് എല്ലാവരും ഇരിക്കുവാന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.